അവയവമാറ്റ നിയന്ത്രണ ഏജൻസിയായ കെസോട്ടോയ്ക്കെതിരെ അന്വേഷണത്തിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നിർദ്ദേശം വന്നു. സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കേന്ദ്രം കത്തയച്ചു. ഡോക്ടർ ഗണപതിയുടെ പരാതിയിലാണ് ഈ നടപടി. ആരോഗ്യ മന്ത്രാലയം അയച്ച കത്ത് 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഏത് സാഹചര്യത്തിലാണ് കെസോട്ടോയ്ക്കെതിരെ ഒരു അന്വേഷണം നടത്താൻ ആരോഗ്യ മന്ത്രാലയത്തോട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഗുഡ് ഈവനിങ് SKN. പലതവണ ഡോക്ടർ ഗണപതി, അതായത് അവയവമാറ്റ ശസ്ത്രക്രിയകളും അവയവദാനവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കോടതി നടപടികൾ നടത്തിയ ആളാണ് ഡോക്ടർ ഗണപതി. അദ്ദേഹത്തിൻ്റെ പുതിയ പരാതിയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്രത്തിന് കത്തയച്ചു. പ്രധാനമായി സംസ്ഥാനത്ത് നടക്കുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകളുടെ ഏജൻസിയായ നോഡൽ ഏജൻസിയായ കെസോട്ടോ അവിടെ ഉണ്ടാകുന്ന ഫണ്ടുകളുടെ കാര്യത്തിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നില്ല, ഓഡിറ്റിംഗ് കൃത്യമല്ല, കൂടാതെ മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ച് അതിൻ്റെ തെളിവുകൾ കൂടി കാണിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയക്കാനുണ്ടായത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് കത്ത് തിരിച്ചയച്ചിരിക്കുന്നത്. പ്രധാനമായി ഈ കെസോട്ടോ നേരത്തെ കെസോട്ടോ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ആരോഗ്യം എന്ന് പറയുന്നതും സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് മാറ്ററാണ്. എങ്കിലും അന്വേഷണത്തിന് നിർദ്ദേശം നൽകാനുള്ള അല്ലെങ്കിൽ അന്വേഷിച്ച് വിവരങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകാനുള്ള ഉത്തരവാദിത്വം കേന്ദ്രത്തിനുമുണ്ട്. കാരണം കേന്ദ്ര ഫണ്ട് കൂടി ഉപയോഗിച്ചാണ് കെസോട്ടോ പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്രം വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ ഗണപതിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു അവയവമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പരിശോധിക്കാൻ ജില്ലാ അടിസ്ഥാനത്തിൽ സമിതികളെ അടക്കം നിയമിക്കണം എന്നുള്ള ഹൈക്കോടതി ഉത്തരവെല്ലാം ഉണ്ടായത്. എന്തായാലും സമാനമായ ഒരു പോരാട്ടത്തിൽ ഡോക്ടർ ഗണപതി ഇപ്പോഴും തുടരുകയാണ്. അതിൽ ഒരു നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്ന് വരികയും ചെയ്തിരിക്കുന്നു. SKN. Okay, thank you, Umesh Balakrishnan.